എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് +1 സോഷ്യോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി +1 സോഷ്യോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാനിതിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണെന്ന് വെച്ചാൽ 5 മാർക്ക്, 6 മാർക്ക്, 4 മാർക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ 2 മാർക്കിന് കുറേ ഡെഫിനിഷൻസ് ചോദിക്കും ഈ പാഠത്തിൽ നിന്ന്. ആ ഡെഫിനിഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ പറയാം. ആ ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ചു നോക്കണം, ആ നിർവചനങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കണം. ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്, അതായത് സാമൂഹിക സംഘത്തിൻ്റെ സവിശേഷതകൾ. 5 സവിശേഷതകളുണ്ട്, 5 എക്സാമിന് ചോദിക്കാറുണ്ട്. സാമൂഹിക സംഘത്തിൻ്റെ സവിശേഷതകൾ വിശദമാക്കാൻ ചോദിക്കാറുണ്ട്. അടുത്ത പഠിക്കേണ്ടതാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്, അതായത് പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും തമ്മിലുള്ള വ്യത്യാസം, പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും. അടുത്ത ചോദ്യം അനലൈസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്, അതായത് വിവിധ തരം സാമൂഹിക സംഘങ്ങളെ വിശകലനം ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിങ്ങൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വെച്ചാൽ പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും പിയർ ഗ്രൂപ്പും പിന്നെ റെഫറൻസ് ഗ്രൂപ്പ് പിന്നെ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ പിയർ ഗ്രൂപ്പ് എല്ലാം ഉൾപ്പെടുത്തണം. അതായത് പ്രാഥമിക സംഘം ഉൾപ്പെടുത്തണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ ദ്വിതീയ സംഘം ഉൾപ്പെടുത്തണം, സ്വഗണം, അന്യഗണം, പിന്നെ സൂചിത ഗണം, അതേപോലെ എന്താണ് സമസംഘം, അതൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം എഴുതാൻ. അടുത്ത ചോദ്യം നോക്കാം. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. 2 മാർക്കിനും 4 മാർക്കിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത ചോദ്യം നോക്കാം. വിവിധ തരം സാമൂഹിക ശ്രേണീകരണം വിവരിക്കുക. അതും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. 4 മാർക്കിനും 6 മാർക്കിനും ചോദിച്ച് കാണാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ പാഠത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്, ജാതിയും വർഗവും തമ്മിലുള്ള വ്യത്യാസം 4 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളൂ മെയിനായിട്ടും. പിന്നെ 2 മാർക്കിന് ഡെഫിനിഷൻസ് ചോദിക്കാറുണ്ട്, നിർവചനങ്ങൾ ചോദിക്കാറുണ്ട്. അത് ഏതൊക്കെയാണ് നിർവചനങ്ങളെന്ന് ചോദിക്കുന്നത് നമുക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, നിങ്ങളത് നോക്കി പഠിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത്. സെക്കൻഡ് ചാപ്റ്റർ താരതമ്യേന കുറേ പഠിക്കാനുള്ള ചാപ്റ്ററാണ്. എക്സാമിൻ്റെ തലേന്ന് നോക്കി നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പം നേരത്തെ നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വെക്കുക.